ഉണ്ണീസ് വിജയപാതയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത ഇതിഹാസ കൃതികളാണ് മഹാഭാരതവും രാമായണവും. ഇതിൽ രാമായണവുമായി ബന്ധപ്പെട്ട് സാമാന്യ പരിചയത്തിന് സഹായിക്കുന്ന 110 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് ഞാൻ ഈ ഒരു എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ആദികാവ്യം എന്നറിയപ്പെടുന്ന ഇതിഹാസ കൃതി ഏത്? ആദികാവ്യം എന്നറിയപ്പെടുന്ന ഇതിഹാസ കൃതി ഏത്? ഉത്തരം രാമായണം. രാമായണത്തെയാണ് ആദികാവ്യം എന്ന് വിളിക്കുന്നത്. ചോദ്യം 2, രാമായണത്തിൻ്റെ കർത്താവ് ആര്? രാമായണത്തിൻ്റെ കർത്താവ് ആര്? ആരാണിത് രചിച്ചത്? ഉത്തരം വാൽമീകി. വാൽമീകിയാണ് രാമായണം രചിച്ചിട്ടുള്ളത്. അത് സംസ്കൃത ഭാഷയിലാണ്. ചോദ്യം 3, അധ്യാത്മരാമായണത്തിൻ്റെ കർത്താവ് ആര്? വാൽമീകിയുടെ രാമായണത്തിലെ കഥ മലയാള ഭാഷയിൽ അധ്യാത്മരാമായണം എന്ന പേരിൽ രചിച്ചിട്ടുള്ളത് ആര്? അതാണ് ചോദ്യം. ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് അധ്യാത്മരാമായണത്തിൻ്റെ കർത്താവ്. ചോദ്യം 4, കാട്ടാളനായിരുന്ന കാലത്തെ വാൽമീകിയുടെ പേര് എന്താണ്? കാട്ടാളനായിരുന്ന കാലത്തെ വാൽമീകിയുടെ പേര് എന്താണ്? ഉത്തരം രത്നാകരൻ. രത്നാകരൻ എന്നായിരുന്നു വാൽമീകി മഹർഷിയാവുന്നതിന് മുമ്പ് കാട്ടാളനായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പേര്. ചോദ്യം 5, ആരുടെ ഉപദേശപ്രകാരമാണ് രത്നാകരൻ തപസ് ചെയ്ത് ഋഷിയായത്? ആരുടെ ഉപദേശപ്രകാരമാണ് രത്നാകരൻ തപസ് ചെയ്ത് ഋഷിയായത്, മഹർഷിയായത്? ഉത്തരം സപ്തർഷിമാരുടെ. സപ്തർഷിമാരുടെ ഉപദേശം സ്വീകരിച്ചിട്ടാണ് രത്നാകരൻ തപസ് ചെയ്യുകയും തുടർന്ന് ഋഷിയായി തീരുകയും ചെയ്തത്. ചോദ്യം 6, എവിടെ ഇരുന്ന് തപസ് ചെയ്തതിനാലാണ് വാൽമീകിക്ക് ആ പേര് ലഭിച്ചത്? എവിടെ ഇരുന്ന് തപസ് ചെയ്തതിനാലാണ് വാൽമീകിക്ക് ആ പേര് ലഭിച്ചത്? ഉത്തരം വൽമീകത്തിൽ. വൽമീകം എന്ന് പറഞ്ഞാൽ ചിതൽപുറ്റ് എന്നാണ് അർത്ഥം. ചോദ്യം 7, വാൽമീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് മൂലം കേരള വാൽമീകി എന്ന അപരനാമം ലഭിച്ച ആധുനിക മഹാകവിത്രയത്തിൽപ്പെട്ട കവിയാര്? വാൽമീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് മൂലം കേരള വാൽമീകി എന്ന അപരനാമം ലഭിച്ച ആധുനിക മഹാകവിത്രയത്തിൽപ്പെട്ട കവി ആര്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ നാരായണ മേനോൻ ആധുനിക കവിത്രയത്തിൽപ്പെട്ട കവിയാണ്. ഉള്ളൂർ എസ് പരമേശ്വരയ്യരും കുമാരനാശാനുമാണ് ആധുനിക കവിത്രയത്തിൽപ്പെട്ട മറ്റ് 2 മഹാകവികൾ. വള്ളത്തോൾ നാരായണ മേനോന് കേരള വാൽമീകി എന്ന പേര് കിട്ടാൻ കാരണം അദ്ദേഹം വാൽമീകിയുടെ രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് എന്നതാണ്. ചോദ്യം 8, കമ്പർ തമിഴിലേക്ക് വിവർത്തനം ചെയ്ത രാമായണത്തിൻ്റെ പേര് എന്ത്? കമ്പർ തമിഴിലേക്ക് വിവർത്തനം ചെയ്ത രാമായണത്തിൻ്റെ പേര് എന്ത്? ഉത്തരം കമ്പരാമായണം. കമ്പർ തമിഴിലേക്ക് വിവർത്തനം ചെയ്ത രാമായണത്തിൻ്റെ പേരാണ് കമ്പരാമായണം. ചോദ്യം 9, അധ്യാത്മരാമായണം ആര് തമ്മിലുള്ള സംവാദത്തോടെയാണ് ആരംഭിക്കുന്നത്? അധ്യാത്മരാമായണം ആര് തമ്മിലുള്ള സംവാദത്തോടെയാണ് ആരംഭിക്കുന്നത്? ആരൊക്കെ തമ്മിലുള്ള സംഭാഷണത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്? ഉത്തരം ഉമാമഹേശ്വര സംവാദം. ഉമ പാർവതിയാണ്, മഹേശ്വരൻ പരമശിവനും. അപ്പോൾ അതായത് പാർവതിയും പരമശിവനും തമ്മിലുള്ള സംവാദത്തോടു കൂടിയാണ് അധ്യാത്മരാമായണത്തിലെ കഥ ആരംഭിക്കുന്നത്. ചോദ്യം 10, ആരുടെ അപേക്ഷയനുസരിച്ചാണ് മഹാവിഷ്ണു ശ്രീരാമാവതാരം കൈക്കൊള്ളുന്നത്? ആരുടെ അപേക്ഷയനുസരിച്ചാണ് മഹാവിഷ്ണു ശ്രീരാമാവതാരം കൈക്കൊള്ളുന്നത്? ഉത്തരം ഭൂമിദേവിയുടെ. ഭൂമിദേവിയുടെ അപേക്ഷ പ്രകാരമാണ് മഹാവിഷ്ണു ശ്രീരാമൻ്റെ അവതാരം സ്വീകരിക്കുന്നത്. ചോദ്യം 11, ശ്രീരാമൻ അവതരിച്ചിരിക്കുന്നത് ഏത് യുഗത്തിലാണ്? ശ്രീരാമൻ അവതരിച്ചിരിക്കുന്നത് ഏത് യുഗത്തിലാണ്? ഉത്തരം ത്രേതായുഗം. 4 യുഗങ്ങളാണുള്ളത്. കൃതയുഗം, ദ്വാപരയുഗം, ത്രേതായുഗം, കലിയുഗം. കലിയുഗത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ചോദ്യം 12, അധ്യാത്മരാമായണത്തിൽ എത്ര കാണ്ഡങ്ങളുണ്ട്? അധ്യാത്മരാമായണത്തിൽ എത്ര കാണ്ഡങ്ങളുണ്ട്? ഉത്തരം 6. 6 കാണ്ഡങ്ങളാണ് അധ്യാത്മരാമായണത്തിലുള്ളത്. ചോദ്യം 13, ആരെക്കൊണ്ട് രാമകഥ പാഠിക്കുന്ന രീതിയിലാണ് എഴുത്തച്ഛൻ രാമായണം എഴുതിയിരിക്കുന്നത്? ആരെക്കൊണ്ട് രാമകഥ പാഠിക്കുന്ന രീതിയിലാണ് എഴുത്തച്ഛൻ രാമായണം എഴുതിയിരിക്കുന്നത്? ഉത്തരം ശാരിക പൈതൽ. അതായത് ഒരു കിളിയെ കൊണ്ട് കഥ പറയാൻ ആവശ്യപ്പെടുന്നു, ശ്രീരാമകഥ പറയാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ കിളി കഥ പറയുന്നു.
അപ്പോൾ കിളിയെ കൊണ്ട് പാടിക്കുന്ന ഒരു രീതിയിലാണ് രാമായണ കഥ എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്നത്. ചോദ്യം 14. കാണ്ഡത്തിൻ്റെ പേരിൽ നിന്നും ഉള്ളടക്കം ഊഹിക്കാൻ കഴിയാത്ത രാമായണത്തിലെ കാണ്ഡം ഏത്? 6 കാണ്ഡങ്ങളുള്ള ഓരോന്നിനും ഓരോ പേരുണ്ട്. ആ പേരിൽ നിന്ന് അതിലെ ഉള്ളടക്കം എന്താണ് എന്ന് ഊഹിക്കാൻ സാധിക്കാത്ത ഒരു ഭാഗമാണുള്ളത്, ഒരു കാണ്ഡമാണുള്ളത്. അതേതാണ്? ഉത്തരം സുന്ദരകാന്ഡം. സുന്ദരകാന്ഡം എന്ന പേരിൽ നിന്ന് അതിലെ ഉള്ളടക്കം എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കില്ല. മറ്റെല്ലാ കാണ്ഡങ്ങളുടെയും പേരിൽ നിന്ന് നമുക്ക് അത് ഏത് കഥാഭാഗമാണ് ഉള്ളത് എന്ന് ഊഹിക്കാൻ കഴിയും. ചോദ്യം 15. ശ്രീരാമൻ്റെ രാജവംശം ഏതാണ്? ശ്രീരാമൻ്റെ രാജവംശം ഏതാണ്? ഉത്തരം സൂര്യവംശം. സൂര്യവംശമാണ് ശ്രീരാമൻ്റെ രാജവംശം. ചോദ്യം 17. ശ്രീരാമനെ രാഘവൻ എന്ന് വിളിക്കാൻ കാരണമെന്ത്? ശ്രീരാമനെ രാഘവൻ എന്ന് വിളിക്കാൻ കാരണമെന്ത്? ഉത്തരം രഘുവിൻ്റെ വംശത്തിൽ ജനിച്ചതിനാൽ. രഘുവിൻ്റെ വംശത്തിൽ ജനിച്ചതിനാലാണ് ശ്രീരാമനെ രാഘവൻ എന്ന പേര് വിളിക്കുന്നത്. ചോദ്യം 18. ഏതു രാജ്യത്തെ രാജാവാണ് ദശരഥൻ? ഏതു രാജ്യത്തെ രാജാവാണ് ദശരഥൻ? ഉത്തരം കോസല രാജ്യം. കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് അയോധ്യ. ചോദ്യം 19. ദശരഥൻ്റെ മാതാപിതാക്കളുടെ പേര്. ദശരഥൻ്റെ മാതാപിതാക്കളുടെ പേര് എന്തൊക്കെയാണ്? ഉത്തരം അജൻ, അജമഹാരാജാവ്. അമ്മയുടെ പേര് ഇന്ദുമതി. ചോദ്യം 20. ദശരഥൻ്റെ പത്നിമാർ ആരെല്ലാം? ദശരഥൻ്റെ പത്നിമാർ ആരെല്ലാം? ഉത്തരം കൗസല്യ, കൈകേയി, സുമിത്ര. കൗസല്യ, കൈകേയി, സുമിത്ര എന്നിങ്ങനെ 3 ഭാര്യമാരാണ് ദശരഥന് ഉണ്ടായിരുന്നത്. ചോദ്യം 21. മക്കളുണ്ടാവാൻ ദശരഥൻ നടത്തിയ യാഗം ഏത്? മക്കളുണ്ടാവാൻ ദശരഥൻ നടത്തിയ യാഗം ഏത്? ഉത്തരം പുത്രകാമേഷ്ടി യാഗം. പുത്രകാമേഷ്ടി യാഗമാണ് മക്കളുണ്ടാവാൻ വേണ്ടി ദശരഥൻ നടത്തിയ യാഗം. ചോദ്യം 22. എവിടെ വെച്ചാണ് പുത്രകാമേഷ്ടി യാഗം നടത്തിയത്? എവിടെ വെച്ചാണ് ദശരഥ രാജാവ് പുത്രകാമേഷ്ടി യാഗം നടത്തിയത്? ഉത്തരം സരയൂ നദീതീരത്ത്. സരയൂ നദീതീരത്ത് ഒരുക്കിയ സ്ഥലത്ത് വെച്ചാണ് പുത്രകാമേഷ്ടി യാഗം നടത്തിയത്. ചോദ്യം 23. പുത്രകാമേഷ്ടി യാഗത്തിൽ ആരാണ് പായസം ദശരഥന് സമ്മാനിച്ചത്? പുത്രകാമേഷ്ടി യാഗത്തിൽ ആരാണ് പായസം ദശരഥന് സമ്മാനിച്ചത്? ഉത്തരം അഗ്നിദേവൻ. അഗ്നിദേവനാണ് ദശരഥ മഹാരാജാവിന് പുത്രകാമേഷ്ടി യാഗത്തിൻ്റെ അവസാനം പായസം സമ്മാനിച്ചത്. ചോദ്യം 24. ദശരഥൻ്റെ മക്കളാരെല്ലാം? ദശരഥൻ്റെ മക്കളാരെല്ലാം? രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നീ 4 മക്കളാണ് ദശരഥ മഹാരാജാവിന് ഉണ്ടായത്. കൗസല്യ എന്ന ഭാര്യയിൽ ശ്രീരാമനും, കൈകേയി എന്ന ഭാര്യയിൽ ഭരതനും, സുമിത്ര എന്ന ഭാര്യയിൽ ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നീ 2 മക്കളും ഉണ്ടായി. അങ്ങനെ ആകെ 4 മക്കൾ. ചോദ്യം 25. മഹാവിഷ്ണുവിൻ്റെ എത്രാമത്തെ അവതാരമാണ് ശ്രീരാമൻ? മഹാവിഷ്ണുവിൻ്റെ എത്രാമത്തെ അവതാരമാണ് ശ്രീരാമൻ? ഉത്തരം 7. 7ാമത്തെ അവതാരമാണ് ശ്രീരാമൻ. അപ്പോൾ അതിനു മുമ്പുള്ള അവതാരങ്ങൾ ഏതൊക്കെ, അതിന് ശേഷമുള്ളത് ഏതൊക്കെയെന്ന് നോക്കാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി. അങ്ങനെ 10 അവതാരങ്ങളാണ് മഹാവിഷ്ണുവിനുള്ളത്. ചോദ്യം 26. രാമൻ്റെ ഗുരു ആര്? രാമൻ്റെ ഗുരു ആര്? ഉത്തരം വസിഷ്ഠ മഹർഷി. വസിഷ്ഠ മഹർഷിയാണ് രാമൻ്റെ ഗുരു. ദശരഥ മഹാരാജാവിൻ്റെ കുലഗുരുവാണ് വസിഷ്ഠ മഹർഷി. ചോദ്യം 27. ഏത് മഹർഷിയുടെ യാഗം രാക്ഷസന്മാർ മുടക്കുന്നത് തടയാനാണ് രാമനും ലക്ഷ്മണനും പോയത്? ഏതു മഹർഷിയുടെ യാഗം രാക്ഷസന്മാർ മുടക്കുന്നത് തടയാനാണ് രാമനും ലക്ഷ്മണനും പോയത്? ഉത്തരം വിശ്വാമിത്ര മഹർഷിയുടെ. വിശ്വാമിത്ര മഹർഷിയുടെ യാഗം തടയാൻ വേണ്ടി രാക്ഷസന്മാർ വന്നുകൊണ്ടിരുന്നു. ഇത് തടയാനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അപേക്ഷ പ്രകാരം രാമനും ലക്ഷ്മണനും പോകുന്നത്. ചോദ്യം 28. യാത്രയിൽ വിശപ്പും ദാഹവും അറിയാതിരിക്കാൻ വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാർക്ക് ഉപദേശിച്ചു കൊടുത്ത മന്ത്രമേത്? യാത്രയിൽ വിശപ്പും ദാഹവും അറിയാതിരിക്കാൻ വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാർക്ക് ഉപദേശിച്ചു കൊടുത്ത മന്ത്രമേത്? ഉത്തരം ബല അതിബല. ബല അതിബല എന്ന മന്ത്രമാണ് രാമലക്ഷ്മണന്മാർക്ക് യാത്രയിലെ വിശപ്പും ദാഹവും ഒന്നും അറിയാതിരിക്കാൻ വിശ്വാമിത്ര മഹർഷി ഉപദേശിച്ചു കൊടുത്തത്.
ചോദ്യം 29. രാമൻ ആദ്യമായി വധിച്ച രാക്ഷസകുലത്തിലെ ആളാര്? രാമൻ ആദ്യമായി വധിച്ച രാക്ഷസ വംശത്തിൽപ്പെട്ട ആളാരാണ്? ഉത്തരം താടക. താടക എന്ന രാക്ഷസിയെയാണ് രാമൻ ആദ്യമായി വധിച്ച രാക്ഷസകുലത്തിൽപ്പെട്ട ആൾ. ചോദ്യം 30. ശിലയായി മാറിയ ഗൗതമ മഹർഷിയുടെ പത്നിക്ക് രാമൻ തൻ്റെ പാദസ്പർശത്താൽ ശാപമോക്ഷം കൊടുത്തു. അവരുടെ പേരെന്താണ്? ശിലയായി മാറിയ, പാറയായി മാറിയ ഗൗതമ മഹർഷിയുടെ പത്നിക്ക് രാമൻ തൻ്റെ പാദസ്പർശത്താൽ ശാപമോക്ഷം കൊടുത്തു. അവരുടെ പേരെന്താണ്? ഉത്തരം അഹല്യ. അഹല്യ എന്നാണ് ഗൗതമ മഹർഷിയുടെ പാറയായി മാറിയ, ശാപം മൂലം പാറയായി മാറിയ പത്നിയുടെ പേര്. ശ്രീരാമൻ്റെ പാദസ്പർശത്താൽ അഹല്യയ്ക്ക് തൻ്റെ പഴയ രൂപം തിരിച്ചു കിട്ടി. ചോദ്യം 31. വിശ്വാമിത്രൻ്റെ യാഗം മുടക്കാനെത്തിയ മാരീചൻ, സുബാഹു എന്നിവരിൽ ആരെയാണ് രാമൻ വധിച്ചത്? വിശ്വാമിത്രൻ്റെ യാഗം മുടക്കാനെത്തിയ മാരീചൻ, സുബാഹു എന്നിവരിൽ ആരെയാണ് രാമൻ വധിച്ചത്? ഉത്തരം സുബാഹുവിനെ. 2 രാക്ഷസന്മാരാണ് വിശ്വാമിത്രൻ്റെ യാഗം മുടക്കാൻ രാമലക്ഷ്മണന്മാർ ഉള്ള അവസരം എത്തിച്ചേർന്നത്. മാരീചൻ, സുബാഹു. അതിൽ സുബാഹുവിനെ ശ്രീരാമൻ വധിച്ചു. ചോദ്യം 32. മിഥിലയിലെ രാജാവ് ആരാണ്? മിഥിലയിലെ രാജാവ് ആരാണ്? ഉത്തരം ജനകൻ. മിഥിലയിലെ രാജാവിൻ്റെ പേരാണ് ജനകൻ. ചോദ്യം 33. സീതയെ വേൾക്കുന്നതിന് മുമ്പുള്ള ചാപ പരീക്ഷയിൽ ആരുടെ ചാപമാണ് അല്ലെങ്കിൽ വില്ലാണ് രാമൻ കയ്യിലെടുത്ത് കുലച്ചൊടിച്ചത്? സീതയെ വിവാഹം ചെയ്യുന്നതിന് മുമ്പുള്ള ചാപ പരീക്ഷയിൽ ആരുടെ ചാപമാണ് രാമൻ കയ്യിലെടുത്ത് കുലച്ചൊടിച്ചത്? ഉത്തരം ത്രയംബകം. അപ്പം പരമശിവൻ സമ്മാനിച്ച ഒരു ചാപമാണ് ത്രയംബകം. ആ ത്രയംബകം എന്ന വില്ലാണ് ശ്രീരാമൻ കയ്യിലെടുത്ത് കുലയ്ക്കുകയും ഒടിച്ചു കളയുകയും ചെയ്തത്. മറ്റാർക്കും, രാവണൻ പോലും ആ ഒരു ചാപ പരീക്ഷയിൽ പങ്കെടുക്കാനെത്തി പരാജയപ്പെട്ടു പോയ ഇടത്താണ് രാമൻ നിഷ്പ്രയാസം വില്ലെടുത്ത് കുലച്ചൊടിച്ചത്. ചോദ്യം 34. മൈഥിലി, ജാനകി, വൈദേഹി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആര്? മൈഥിലി, ജാനകി, വൈദേഹി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആര്? ഉത്തരം സീത. സീതയെ തന്നെയാണ് മൈഥിലി എന്നും ജാനകി എന്നും വൈദേഹി എന്നും ഉള്ള പേരുകൾ വിളിക്കുന്നത്. ചോദ്യം 35. വിവാഹശേഷം അയോധ്യയിലേക്ക് മടങ്ങവേ വസിഷ്ഠരെയും രാമാദികളെയും വഴിയിൽ തടഞ്ഞത് ആര്? വിവാഹശേഷം അയോധ്യയിലേക്ക് മടങ്ങവേ വസിഷ്ഠരെയും രാമാദികളെയും വഴിയിൽ തടഞ്ഞത് ആര്? ഉത്തരം പരശുരാമൻ. പരശുരാമൻ അല്ലെങ്കിൽ ഭാർഗവരാമൻ. ചോദ്യം 37. രാമൻ തൻ്റെ അവതാരോദ്ദേശ്യം മറന്നുപോയെങ്കിൽ അത് ഓർമ്മിപ്പിക്കാനായി ആരാണ് രാമൻ തൻ്റെ അവതാരോദ്ദേശ്യം മറന്നുപോയെങ്കിൽ അത് ഓർമ്മിപ്പിക്കാനായി ആരാണ് രാമനെ സന്ദർശിച്ചത്? ഉത്തരം നാരദ മഹർഷി. നാരദ മഹർഷി ശ്രീരാമനെ അദ്ദേഹത്തിൻ്റെ അവതാര ഉദ്ദേശ്യം കാണുകയുണ്ടായി. അതേക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ചോദ്യം 38. രാമൻ്റെ രാജ്യാഭിഷേകം പിതാവായ ദശരഥ മഹാരാജാവ് തീർച്ചപ്പെടുത്തിയത് ആരുമായി കൂടിയാലോചിച്ചിട്ടാണ്? രാമൻ്റെ രാജ്യാഭിഷേകം പിതാവായ ദശരഥ മഹാരാജാവ് തീർച്ചപ്പെടുത്തിയത് ആരുമായി കൂടിയാലോചിച്ചിട്ടാണ്? ഉത്തരം ഗുരു വസിഷ്ഠ മുനിയോട്. ഗുരുവായ വസിഷ്ഠ മഹർഷിയോട് ആലോചിച്ചിട്ടാണ് രാജ്യാഭിഷേക കാര്യം ദശരഥ മഹാരാജാവ് തീരുമാനിച്ചത്. ചോദ്യം 39. രാമൻ്റെ രാജ്യാഭിഷേകം മുടക്കാൻ ദേവന്മാർ ആരോടാണ് അപേക്ഷിച്ചത്? രാമൻ്റെ രാജ്യാഭിഷേകം മുടക്കാൻ ദേവന്മാർ ആരോടാണ് അപേക്ഷിച്ചത്? ഉത്തരം സരസ്വതീ ദേവിയോട്. സരസ്വതീ ദേവിയോടാണ് ദേവന്മാർ രാമൻ്റെ രാജ്യാഭിഷേകം മുടക്കണം, അതിന് അങ്ങയുടെ സഹായം കൂടിയേ തീരൂ എന്ന് അപേക്ഷിച്ചത്. ചോദ്യം 40. ശ്രീരാമൻ്റെ അഭിഷേകം തീർച്ചപ്പെടുത്തുമ്പോൾ ഭരതനും ശത്രുഘ്നനും അമ്മാവനെ കാണാൻ ഏത് രാജ്യത്ത് പോയിരിക്കുകയായിരുന്നു? ഭരതനും ശത്രുഘ്നനും അമ്മാവനെ കാണാൻ ഏത് രാജ്യത്ത് പോയിരിക്കുകയായിരുന്നു? അവരിരുവരും അയോധ്യയിലുണ്ടായിരുന്നില്ല. ഏത് രാജ്യത്താണ് അവർ പോയത് അമ്മാവനെ കാണാൻ? ഉത്തരം കേകയ രാജ്യത്ത്. കേകയ രാജ്യത്തേക്കായിരുന്നു ഭരതനും ശത്രുഘ്നനും പോയിരുന്നത്. ചോദ്യം 41. ദശരഥൻ്റെ മന്ത്രിമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ ആര്? ദശരഥൻ്റെ മന്ത്രിമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ ആര്? സുമന്ത്രർ. സുമന്ത്രർ ആണ് ദശരഥ മഹാരാജാവിൻ്റെ മന്ത്രിമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രി. ചോദ്യം 42.
ആരാണ് കൈകേയിയുടെ മനസ്സ് തിരിച്ച് രാമന് എതിരാക്കിയത്? ആരാണ് കൈകേയിയുടെ മനസ്സ് തിരിച്ച് രാമന് എതിരാക്കിയത്? ഉത്തരം മന്ധര. മന്ധരയാണ് കൈകേയിയുടെ മനസ്സ് പറഞ്ഞ് വശത്താക്കി ശ്രീരാമന് എതിരാക്കി തീർത്തത്. ചോദ്യം 43. ദേവാസുര യുദ്ധത്തിൽ കടുത്ത വേദന സഹിച്ചും തന്നെ രക്ഷിച്ച കൈകേയിക്ക് ദശരഥ മഹാരാജാവ് എത്ര വരമാണ് വാഗ്ദാനം ചെയ്തത്? ദേവാസുര യുദ്ധത്തിൽ കടുത്ത വേദന സഹിച്ചും തന്നെ രക്ഷിച്ച കൈകേയിക്ക് ദശരഥ രാജാവ് എത്ര വരമാണ് വാഗ്ദാനം ചെയ്തത്? ഉത്തരം 2 വരം. തന്നെ യുദ്ധത്തിൽ സഹായിച്ച കൈകേയിക്ക് ദശരഥ രാജാവ് 2 വരം വാഗ്ദാനം ചെയ്തിരുന്നു. ചോദ്യം 44. എന്തൊക്കെ വരങ്ങളാണ് മന്ധരയാൽ പ്രേരിതയായ കൈകേയി ദശരഥ രാജാവിനോട് ആവശ്യപ്പെട്ടത്? എന്തൊക്കെ വരങ്ങളാണ് മന്ധരയാൽ പ്രേരിതയായ കൈകേയി ദശരഥ രാജാവിനോട് ആവശ്യപ്പെട്ടത്? ഉത്തരം 1. രാമനെ 14 വർഷത്തേക്ക് വനത്തിലേക്ക് അയക്കണം. 2. ഭരതൻ. മന്ധരയുടെ പ്രേരണ കൊണ്ട് കൈകേയി ദശരഥ രാജാവിനോട് 1. രാമനെ 14 വർഷത്തേക്ക് വനത്തിലേക്ക് അയക്കണം. 2. ഭരതനെ യുവരാജാവാക്കണം. ചോദ്യം 45. എങ്ങനെയുള്ള മക്കളാണ് ഉത്തമന്മാരാണ്, വളരെ നല്ലവരാണ് എന്ന് ശ്രീരാമൻ പറയുന്നത്? എങ്ങനെയുള്ള മക്കളാണ് ഉത്തമന്മാരാണ് എന്ന് ശ്രീരാമൻ പറയുന്നത്? ഉത്തരം പിതാവ് പറയാതെ തന്നെ കാര്യം ചെയ്യുന്നവർ. അപ്പോൾ പിതാവ് എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം പിതാവ് ആവശ്യപ്പെടാതെ തന്നെ പറയാതെ തന്നെ കാര്യം ചെയ്യുന്നവരാണ് ഏറ്റവും നല്ല മക്കൾ, അതായത് ഉത്തമന്മാരായ പുത്രന്മാർ എന്ന് ശ്രീരാമൻ പറയുന്നത്. ചോദ്യം 46. കാട്ടിലേക്ക് ശ്രീരാമനോടൊപ്പം ആരൊക്കെയാണ് പോയത്? കാട്ടിലേക്ക് ശ്രീരാമനോടൊപ്പം ആരൊക്കെയാണ് പോയത്? ഉത്തരം സീതയും ലക്ഷ്മണനും. സീതയും ലക്ഷ്മണനുമാണ് വനവാസത്തിന് പുറപ്പെടുന്ന ശ്രീരാമനോടൊപ്പം വനവാസത്തിന് തയ്യാറായി അദ്ദേഹത്തോടൊപ്പം പോയത്. ചോദ്യം 47. വനയാത്രയ്ക്ക് ഒരുങ്ങിയ ശ്രീരാമനും സീതയ്ക്കും ലക്ഷ്മണനും മരവുരി അഥവാ മരവസ്ത്രം നൽകിയതാരാണ്? വനയാത്രയ്ക്ക് ഒരുങ്ങിയ ശ്രീരാമനും സീതയ്ക്കും ലക്ഷ്മണനും മരവുരി നൽകിയതാരാണ്? ഉത്തരം കൈകേയി. കൈകേയിയാണ് അവർ 3 പേർക്കും മരവസ്ത്രം നൽകിയത്. ചോദ്യം 48. വനവാസത്തിൻ്റെ ആരംഭത്തിൽ ശ്രീരാമനെ സഹായിച്ച കാട്ടുരാജാവുകാർ? വനവാസത്തിൻ്റെ ആരംഭത്തിൽ ശ്രീരാമനെ സഹായിച്ച കാട്ടുരാജാവുകാർ? ഉത്തരം ശൃംഗിവേര രാജ്യത്തെ ഗുഹൻ. ശൃംഗിവേരം എന്നു പേരായ രാജ്യത്തെ ഗുഹൻ എന്ന കാട്ടുരാജാവാണ് വനവാസത്തിൻ്റെ ആരംഭത്തിൽ ശ്രീരാമനെ സഹായിച്ചത്. ചോദ്യം 49. രാമനാമ മഹിമ കൊണ്ടാണ് താൻ അറിവുള്ളവനായി തീർന്നത് എന്ന് ഏത് മഹർഷിയാണ് രാമനോട് പറഞ്ഞത്? രാമനാമ മഹിമ കൊണ്ടാണ് താൻ അറിവുള്ളവനായി തീർന്നത് എന്ന് ഏത് മഹർഷിയാണ് രാമനോട് പറഞ്ഞത്? ഉത്തരം വാൽമീകി മഹർഷി. വാൽമീകി മഹർഷിയാണ് ശ്രീരാമനോട് അങ്ങയുടെ നാമത്തിൻ്റെ മഹിമ കൊണ്ടാണ് താൻ അറിവുള്ളവനായി തീർന്നത് എന്ന് പറഞ്ഞത്. ചോദ്യം 50. വാൽമീകിക്ക് സപ്തർഷിമാർ ഏതു മന്ത്രം ഏത് രീതിയിൽ ആയിരുന്നു ഉപദേശിച്ചത്? വാൽമീകിക്ക് സപ്തർഷിമാർ ഏതു മന്ത്രം ഏത് രീതിയിലായിരുന്നു ഉപദേശിച്ചത്? ഉത്തരം രാമമന്ത്രം. രാമമന്ത്രം കാട്ടാളനായ രത്നാകരന് ഉച്ചരിക്കുക പ്രയാസമായതുകൊണ്ട് സപ്തർഷിമാർ മര എന്ന് ജപിക്കാനാണ് ഉപദേശിച്ചത്. മര എന്ന് ആവർത്തിച്ച് ജപിക്കുന്നതിലൂടെ രാമ എന്നതിലേക്ക് എത്തുമെന്നും അങ്ങനെ രാമനാമം ശരിയായ രീതിയിൽ ഉച്ചരിക്കാൻ വാൽമീകി പഠിച്ചുകൊള്ളുമെന്നും അവർ കരുതി. ആ രീതിയിലാണ് മന്ത്രം ഉപദേശിച്ചു കൊടുത്തത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഉള്ള ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ സംബന്ധിച്ച നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് യഥാസമയം നേരിട്ട് ലഭിക്കുകയുള്ളൂ. ഒപ്പം ലൈക്ക് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ദയവായി രേഖപ്പെടുത്തുക കൂടി ചെയ്യുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം 51. ദശരഥൻ വനത്തിൽ നായാട്ടിന് പോയപ്പോൾ കുടത്തിൽ വെള്ളം മുക്കുന്ന ശബ്ദം കേട്ട് ആന അരുവിയിൽ നിന്നും വെള്ളം കുടിക്കുന്നതിൻ്റെ ശബ്ദമാണ് എന്ന് തെറ്റിദ്ധരിച്ച് അമ്പയച്ചതിൻ്റെ ഫലമായി കൊല്ലപ്പെട്ട മുനികുമാരൻ ആര്? ദശരഥൻ വനത്തിൽ നായാട്ടിന് പോയപ്പോൾ കുടത്തിൽ വെള്ളം മുക്കുന്ന ശബ്ദം കേട്ട് ആന അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുന്നതിൻ്റെ ശബ്ദമാണ് എന്ന് തെറ്റിദ്ധരിച്ച് അമ്പയച്ചു. അതിൻ്റെ ഫലമായി കൊല്ലപ്പെട്ട മുനികുമാരൻ ആര്? ഉത്തരം ശ്രവണൻ. ശ്രവണൻ എന്ന ബാലൻ്റെ വൃദ്ധരായ മാതാപിതാക്കൾക്ക്
ശ്രവണനായിരുന്നു ആശ്രയം. ആ ശ്രവണൻ അവർക്ക് വേണ്ടി വെള്ളം മുക്കാൻ അരുവിയിൽ നിന്നു കുടത്തിൽ വെള്ളം മുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ശബ്ദം കേട്ടാണ് ദശരഥൻ ആന അരുവിയിൽ നിന്നും വെള്ളം കുടിക്കുന്നതിൻ്റെ ശബ്ദമാണ് എന്ന് തെറ്റിദ്ധരിച്ചത്. അതിൻ്റെ ഫലമായി ആനയാണെന്ന് കരുതി അമ്പയക്കുകയും അത് നെഞ്ചത്ത് തറച്ച് ആ മുനികുമാരൻ കൊല്ലപ്പെടുകയും ചെയ്തു. ചോദ്യം 52. ശ്രവണകുമാരൻ്റെ അന്ധരായ വൃദ്ധ മാതാപിതാക്കൾ മകൻ്റെ ചിതയിൽ ചാടി ജീവനൊടുക്കും മുമ്പ് ദശരഥനെ ശപിച്ചതെന്ത്? ശ്രവണകുമാരൻ്റെ വൃദ്ധരായ അന്ധരായ മാതാപിതാക്കൾ അവനില്ലാതെ ഇനിയൊരു ജീവിതം അവർക്ക് വേണ്ട. മകൻ്റെ വേർപാടിൽ അതീവ ദുഃഖിതരായ പുത്രദുഃഖത്താൽ നീറിപ്പുകഞ്ഞ അവർ ആ മകൻ്റെ ചിതയിൽ ചാടി ജീവനൊടുക്കി. അതിന് തൊട്ടു മുമ്പ് ഇതിനെല്ലാം കാരണക്കാരനായ ദശരഥനെ ശപിക്കുകയും ചെയ്തു. എന്തായിരുന്നു അവർ ശപിച്ചത്? ഉത്തരം: നീയും പുത്രദുഃഖത്താൽ മരിക്കും. നീയും ഞങ്ങളെപ്പോലെ കടുത്ത പുത്രദുഃഖം അനുഭവിച്ച് മരിക്കും എന്നാണ് ശ്രവണകുമാരൻ്റെ വൃദ്ധരായ അന്ധരായ മാതാപിതാക്കൾ ദശരഥ രാജാവിനെ ശപിച്ചത്. തീർച്ചയായും ആ ശാപം ഫലിച്ചെന്നതുപോലെ രാമനും ലക്ഷ്മണനും സീതയും അയോധ്യയിൽ നിന്ന് വനവാസത്തിന് പോയി. ഭരതനും ശത്രുഘ്നനും കേകയ രാജ്യത്താണുള്ളത്. രാമൻ്റെ അഭിഷേകം മുടങ്ങി. രാമനെക്കുറിച്ചുള്ള ദുഃഖത്തിൽ നീറി പുകഞ്ഞ് ഹൃദയം പൊട്ടിയാണ് ദശരഥ രാജാവ് മരിക്കുന്നത്. ചോദ്യം 53. ശ്രീരാമൻ അച്ഛൻ്റെ വാക്ക് ലംഘിക്കാൻ തയ്യാറാകില്ലെന്ന് തീർച്ചയായപ്പോൾ രാജസിംഹാസനത്തിൽ രാമൻ്റെ അടയാളമായി വെക്കാൻ ഭരതൻ എന്താണ് അപേക്ഷിച്ചു വാങ്ങിയത്? ശ്രീരാമൻ അച്ഛൻ്റെ വാക്ക് ലംഘിക്കാൻ തയ്യാറാകില്ലെന്ന് തീർച്ചയായപ്പോൾ രാജസിംഹാസനത്തിൽ രാമൻ്റെ അടയാളമായി വെക്കാൻ ഭരതൻ എന്താണ് അപേക്ഷിച്ചു വാങ്ങിയത്? ഉത്തരം: പാദുകങ്ങൾ, മെതിയടികൾ അല്ലെങ്കിൽ ചെരുപ്പുകൾ. ശ്രീരാമൻ്റെ ചെരുപ്പുകളാണ് ഭരതൻ രാമനോട്, ജ്യേഷ്ഠനോട് ചോദിച്ചു വാങ്ങിയത്. കാരണം അച്ഛൻ മരിച്ചു, പക്ഷേ അച്ഛന് നൽകിയ വാക്കുണ്ട്, ഞാൻ 14 വർഷം വനവാസം ചെയ്തു കൊള്ളാം, അതേതായാലും ലംഘിക്കാൻ അദ്ദേഹം തയ്യാറാവില്ല. ഒടുവിൽ ഭരതൻ അദ്ദേഹത്തിൻ്റെ മെതിയടികൾ, പാദുകങ്ങൾ ചോദിച്ചു വാങ്ങി. ചോദ്യം 54. വനവാസത്തിനിടെ അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ നിന്നും പുറപ്പെട്ട ശ്രീരാമൻ ആദ്യം വധിച്ച രാക്ഷസൻ ആര്? വനവാസത്തിനിടെ അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ നിന്നും പുറപ്പെട്ട ശ്രീരാമൻ ആദ്യം വധിച്ച രാക്ഷസൻ ആര്? ഉത്തരം: വിരാധൻ. വിരാധൻ എന്ന രാക്ഷസനെയാണ് രാമൻ വനവാസത്തിനിടെ ആദ്യമായി വധിക്കുന്നത്. ചോദ്യം 55. വനവാസകാലത്ത് എവിടെ വെച്ചാണ് സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയത്? വനവാസകാലത്ത് എവിടെ വെച്ചാണ് സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയത്? ഉത്തരം: പഞ്ചവടി. പഞ്ചവടിയിൽ വെച്ചാണ് ശ്രീരാമൻ്റെ ഒപ്പം വനവാസം ചെയ്തുകൊണ്ടിരുന്ന സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോകുന്നത്. ചോദ്യം 56. ശൂർപ്പണഖ ആരുടെ സഹോദരിയാണ്? ശൂർപ്പണഖ ആരുടെ സഹോദരിയാണ്? ഉത്തരം: രാവണൻ്റെ. രാവണൻ്റെ സഹോദരിയാണ് ശൂർപ്പണഖ. ചോദ്യം 57. ആരാണ് ശൂർപ്പണഖയുടെ ശല്യം സഹിക്കാതെ മൂക്കും മുലയും ഛേദിച്ചു കളഞ്ഞത്? ആരാണ് ശൂർപ്പണഖയുടെ ശല്യം സഹിക്കാതെ മൂക്കും മുലയും ഛേദിച്ചു കളഞ്ഞത്? ശൂർപ്പണഖ തന്നെ വിവാഹം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ച് വനവാസം ചെയ്തുകൊണ്ടിരുന്ന ലക്ഷ്മണനെയും ശ്രീരാമനെയും മാറി മാറി സമീപിച്ചു. ഉത്തരം: ലക്ഷ്മണൻ. ലക്ഷ്മണനാണ് ശൂർപ്പണഖയുടെ ശല്യം സഹിക്കാതെ ഇത്തരത്തിൽ പ്രവർത്തിച്ചത്. ചോദ്യം 58. രാക്ഷസപ്പടയോടും ഖരനോടുമൊപ്പം മറ്റേതൊക്കെ രാക്ഷസന്മാരാണ് രാമലക്ഷ്മണന്മാരെ എതിർക്കാൻ പുറപ്പെട്ടത്? രാക്ഷസപ്പടയോടും ഖരനോടുമൊപ്പം മറ്റേതൊക്കെ രാക്ഷസന്മാരാണ് രാമലക്ഷ്മണന്മാരെ എതിർക്കാൻ പുറപ്പെട്ടത്? ഉത്തരം: ദൂഷണൻ, ത്രിശിരാവ്. ദൂഷണൻ, ത്രിശിരാവ് എന്നീ രാക്ഷസ പ്രമുഖന്മാരും ഖരനോടൊപ്പം രാമലക്ഷ്മണന്മാരെ എതിർക്കാൻ വേണ്ടി വന്നു. ശൂർപ്പണഖയെ അംഗഭംഗം വരുത്തിയ വാർത്തയറിഞ്ഞ് അവരൊക്കെ കൂടി പുറപ്പെട്ടു. ചോദ്യം 59. പൊന്മാനായി സീതയുടെ മുന്നിലേക്ക് വന്നതാര്? പൊന്മാനായി സീതയുടെ മുന്നിലേക്ക് വന്നതാര്? ഉത്തരം: മാരീചൻ. മാരീചനാണ് പൊന്മാനിൻ്റെ രൂപത്തിൽ സീതയുടെ മുന്നിലേക്ക് വന്നത്. ചോദ്യം 60. രാവണൻ്റെ വിമാനത്തിൻ്റെ പേര്? രാവണൻ്റെ വിമാനത്തിൻ്റെ പേര്? ഉത്തരം: പുഷ്പക വിമാനം. പുഷ്പക വിമാനം എന്നതാണ് രാവണൻ്റെ വിമാനത്തിൻ്റെ പേര്. ചോദ്യം 61. മാരീച നിഗ്രഹത്തിനിടെ ശ്രീരാമൻ്റെ കരച്ചിൽ കേൾക്കാനിടയായത് എങ്ങനെ? മാരീചനെ കൊല്ലുന്നതിനിടെ ശ്രീരാമൻ്റെ കരച്ചിൽ കേൾക്കാനിടയായത് എങ്ങനെ? ഉത്തരം: മാരീചൻ
ശ്രീരാമൻ്റെ ശബ്ദത്തിൽ കരഞ്ഞു. മാരീചൻ ശ്രീരാമൻ്റെ ശബ്ദത്തിൽ കരഞ്ഞു. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് രാമൻ്റെ അമ്പേറ്റ് മാരീചൻ ശ്രീരാമൻ്റെ ശബ്ദത്തിൽ കരഞ്ഞു. അതാണ് സീതയും ലക്ഷ്മണനും കേട്ടത്. ചോദ്യം 62. രാമനെ തേടിപ്പോകാൻ സീത പറഞ്ഞത് കേട്ട് പുറപ്പെടുമ്പോൾ ലക്ഷ്മണൻ വരച്ച രേഖ. രാമനെ തേടിപ്പോകാൻ സീത പറഞ്ഞത് കേട്ട് പുറപ്പെടുമ്പോൾ ലക്ഷ്മണൻ വരച്ച രേഖ. ഉത്തരം ലക്ഷ്മണരേഖ. ലക്ഷ്മണൻ ആ കുടിലിന് ചുറ്റും ഒരു രേഖ വരച്ചു. അതിന് പുറത്തേക്ക് ഒരു കാരണവശാലും കടക്കരുത് എന്ന് പറഞ്ഞു. അതാണ് ലക്ഷ്മണൻ വരച്ച ആ രേഖയാണ്, അതൊരു അതിർത്തി രേഖയാണ് ലക്ഷ്മണരേഖ എന്നറിയപ്പെടുന്നത്. പക്ഷേ ഈ ഒരു കഥ വാൽമീകി രാമായണത്തിൽ മാത്രമേ ഉള്ളൂ. അധ്യാത്മരാമായണത്തിൽ ഇത്തരത്തിലല്ല ഉള്ളത് എന്നുകൂടി നമ്മൾ ഓർമ്മിക്കണം. അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛൻ ലക്ഷ്മണൻ രാമൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ വനദേവതമാരെ നിങ്ങൾ സീതയെ കാത്തുകൊള്ളുക, സീതാദേവിയെ കാത്തുകൊള്ളുക എന്ന് പറഞ്ഞാണ് ലക്ഷ്മണൻ പുറപ്പെടുന്നത്. ചോദ്യം 63. പുഷ്പക വിമാനത്തിൽ രാവണൻ കൊണ്ടുപോകുമ്പോൾ ആഭരണങ്ങൾ ഉത്തരീയത്തിൻ്റെ ഖണ്ഡത്തിൽ ബന്ധിച്ച് സീത ആർക്കാണ് ഇട്ടുകൊടുത്തത്? പുഷ്പക വിമാനത്തിൽ രാവണൻ കൊണ്ടുപോകുമ്പോൾ ആഭരണങ്ങൾ ഉത്തരീയത്തിൻ്റെ ഖണ്ഡത്തിൽ ബന്ധിച്ച് സീത ആർക്കാണ് ഇട്ടുകൊടുത്തത്? ഉത്തരം പഞ്ചവാനരർക്ക്. പഞ്ചവാനരർക്കാണ് സീത തൻ്റെ ആഭരണങ്ങൾ ഉത്തരീയത്തിൻ്റെ ഒരു കീറിൽ പൊതിഞ്ഞ് പുഷ്പക വിമാനത്തിൽ നിന്ന് താഴേക്ക് ഇട്ടുകൊടുത്തത്. ചോദ്യം 64. ലങ്കയിലേക്കുള്ള മാർഗമധ്യേ ആരാണ് രാവണൻ്റെ പുഷ്പക വിമാനം തടഞ്ഞ് സീതയെ രക്ഷിക്കാൻ ശ്രമിച്ചത്? ലങ്കയിലേക്കുള്ള മാർഗമധ്യേ ആരാണ് രാവണൻ്റെ പുഷ്പക വിമാനം തടഞ്ഞ് സീതയെ രക്ഷിക്കാൻ ശ്രമിച്ചത്? ഉത്തരം ജടായു. ജടായുവാണ് രാവണൻ്റെ പുഷ്പക വിമാനം തടഞ്ഞ് സീതയെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയത്. ചോദ്യം 65. രാവണനും ജടായുവുമായുള്ള യുദ്ധത്തിൻ്റെ അവസാനം എന്താണ്? രാവണനും ജടായുവുമായുള്ള യുദ്ധത്തിൻ്റെ അവസാനം എന്താണ്? ഉത്തരം ജടായുവിൻ്റെ ചിറകുകൾ രാവണൻ അരിഞ്ഞു വീഴ്ത്തി. ജടായുവിൻ്റെ 2 ചിറകുകളും രാവണൻ വെട്ടി വീഴ്ത്തുകയാണ് ചെയ്തത്. ചോദ്യം 66. രാവണൻ്റെ കയ്യിലെ വിശേഷപ്പെട്ട വാളിൻ്റെ പേര്. രാവണൻ്റെ കയ്യിലെ വിശേഷപ്പെട്ട വാളിൻ്റെ പേര്. ഉത്തരം ചന്ദ്രഹാസം. ചന്ദ്രഹാസം എന്നതാണ് രാവണൻ്റെ കയ്യിലെ വാളിൻ്റെ പേര്. ചോദ്യം 67. രാവണനാണ് സീതയെ തട്ടിക്കൊണ്ടുപോയത് എന്ന വിവരം രാമലക്ഷ്മണാദികൾക്ക് നൽകിയത് ആരാണ്? രാവണനാണ് സീതയെ തട്ടിക്കൊണ്ടുപോയത് എന്ന വിവരം രാമലക്ഷ്മണാദികൾക്ക് നൽകിയത് ആരാണ്? ഉത്തരം ജടായു. ജടായുവാണ് രാമനും ലക്ഷ്മണനും സീതയെ തട്ടിക്കൊണ്ടുപോയത് രാവണനാണ് എന്നുള്ള വിവരം നൽകിയത്. സീതാന്വേഷണത്തിനിടെ വനത്തിൽ രാമലക്ഷ്മണന്മാർ ചേർന്ന് വധിച്ച തലയും കാലുകളുമില്ലാത്ത രാക്ഷസൻ്റെ പേര്. സീതാന്വേഷണത്തിനിടെ വനത്തിൽ രാമലക്ഷ്മണന്മാർ ചേർന്ന് വധിച്ച തലയും കാലുകളുമില്ലാത്ത രാക്ഷസൻ്റെ പേര്. ഉത്തരം കബന്ധൻ. കബന്ധൻ എന്ന രാക്ഷസനെയാണ് തലയുമില്ല കാലുകളുമില്ല അങ്ങനെയുള്ള ഒരു വിചിത്ര ആകൃതിയിലുള്ള രാക്ഷസനെ രാമലക്ഷ്മണന്മാർ ചേർന്ന് വധിക്കുകയുണ്ടായി. ചോദ്യം 69. ദണ്ഡകാരണ്യം എന്ന് കാടിന് പേര് വരാൻ കാരണമെന്ത്? ദണ്ഡകാരണ്യം എന്ന് കാടിന് പേര് വരാൻ കാരണമെന്ത്? ഉത്തരം ദണ്ഡകൻ എന്ന രാക്ഷസൻ പാർത്തതിനാൽ. ദണ്ഡകൻ എന്ന രാക്ഷസൻ പാർത്തത് കൊണ്ടാണ് ദണ്ഡകാരണ്യമെന്ന് ആ കാട്ടിന് പേര് വന്നത്. ചോദ്യം 70. ബാലിയുടെ ശത്രുത മൂലം ഋഷ്യമുഖ പർവ്വതത്തിൽ വസിക്കുന്ന സുഗ്രീവനുമായി സഖ്യം ചെയ്താൽ സീതയെ വീണ്ടെടുക്കാൻ സഹായമാവും എന്ന് ആരാണ് രാമനോട് പറഞ്ഞത്? ബാലിയുടെ ശത്രുത മൂലം ഋഷ്യമുഖ പർവ്വതത്തിൽ താമസിക്കുന്ന സുഗ്രീവനുമായി സഖ്യം ചെയ്താൽ സീതയെ വീണ്ടെടുക്കാൻ സഹായമാവും എന്ന് ആരാണ് രാമനോട് പറഞ്ഞത്? ഉത്തരം ശബരി. ശബരിയാണ് സുഗ്രീവനുമായി സഖ്യം ചെയ്താൽ സീതയെ വീണ്ടെടുക്കാൻ എളുപ്പമാകും എന്ന് രാമനോട് പറഞ്ഞത്. ചോദ്യം 71. വനത്തിലെ വാനര സാമ്രാജ്യത്തിൻ്റെ പേരെന്ത്? വനത്തിലെ വാനര സാമ്രാജ്യത്തിൻ്റെ വാനര രാജ്യത്തിൻ്റെ പേരെന്ത്? ഉത്തരം കിഷ്കിന്ധ. കിഷ്കിന്ധ എന്നാണ് വാനര സാമ്രാജ്യത്തിൻ്റെ പേര്. ചോദ്യം 72. ഹനുമാൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം? ഹനുമാൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം? മാതാവ് അഞ്ജന, പിതാവ് വായുദേവൻ. അഞ്ജനയുടെയും വായുദേവൻ്റെയും പുത്രനാണ് ഹനുമാൻ. ചോദ്യം 73. ഏത് അസുരനെ കൊല്ലാനാണ് ബാലി ഗുഹയിൽ കയറിയത്? ഏത് അസുരനെ കൊല്ലാനാണ് ബാലി ഗുഹയിൽ കയറിയത്? ഉത്തരം മായാവി. മായാവി എന്ന അസുരനെ കൊല്ലാൻ വേണ്ടി ബാലി അയാളെ പിന്തുടർന്ന് ഒരു വലിയ ഗുഹയിലേക്ക് കയറി. ചോദ്യം 74.
മായാവിയെ കൊല്ലാൻ ഗുഹക്കകത്തേക്ക് കയറുമ്പോൾ പുറത്ത് ആരെയാണ് കാവൽ നിർത്തിയത്? മായാവിയെ കൊല്ലാൻ ഗുഹയ്ക്കകത്തേക്ക് കയറുമ്പോൾ പുറത്ത് ആരെയാണ് കാവൽ നിർത്തിയത്? ഉത്തരം സുഗ്രീവനെ. അനുജനായ സുഗ്രീവനെയാണ് മായാവിയെ കൊല്ലാൻ ഗുഹയ്ക്കകത്തേക്ക് കയറുമ്പോൾ ബാലി പുറത്ത് കാവൽ നിർത്തിയത്. ചോദ്യം 75. ഗുഹയ്ക്ക് പുറത്തേക്ക് ചോര വരുന്നത് കണ്ടപ്പോൾ സുഗ്രീവൻ ഗുഹാദ്വാരം അടയ്ക്കാൻ കാരണമെന്ത്? ഗുഹയ്ക്ക് പുറത്തേക്ക് ചോര വരുന്നത് കണ്ടപ്പോൾ സുഗ്രീവൻ ഗുഹാദ്വാരം അടയ്ക്കാൻ കാരണമെന്ത്? ഉത്തരം ബാലി മരിച്ചെന്ന് കരുതി. ബാലി മരിച്ചെന്ന് കരുതിയാണ് സുഗ്രീവൻ ഗുഹയുടെ ദ്വാരം വലിയൊരു പാറക്കല്ലെടുത്ത് അടച്ചത്. ചോദ്യം 76. ബാലികേറാമല ഏത് മലയാണ്? ബാലികേറാമല എന്നറിയപ്പെടുന്നത് ഏത് മലയാണ്? ഉത്തരം ഋഷ്യമൂകം. ഋഷ്യമൂകം എന്ന പർവ്വതത്തെയാണ് ബാലികേറാമല എന്ന് പറയുന്നത്. അതിന് കാരണമുണ്ട്, അത് അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം 77. ഏത് അസുരനെ കൊന്ന് തല വലിച്ചെറിഞ്ഞ് ഋഷ്യമൂകത്തിലെ മതംഗാശ്രമം മലിനമാക്കിയതിനാണ് ബാലി മുനിയുടെ ശാപം ഏറ്റുവാങ്ങിയത്? ഏത് അസുരനെ കൊന്ന് തല വലിച്ചെറിഞ്ഞ് ഋഷ്യമൂകത്തിലെ മതംഗാശ്രമം മലിനമാക്കിയതിനാണ് ബാലി മുനിയുടെ ശാപം ഏറ്റുവാങ്ങിയത്? ദുന്ദുഭി എന്ന അസുരനെ ബാലി കൊന്നു. അവൻ്റെ തല വലിച്ചെറിഞ്ഞത് ചെന്ന് വീണത് ഋഷ്യമൂക പർവ്വതത്തിലെ മതംഗമുനിയുടെ ആശ്രമത്തിലാണ്. അങ്ങനെ ആശ്രമം മലിനമാക്കിയതിനാണ് ബാലി മുനിയുടെ ശാപം ഏറ്റുവാങ്ങിയത്. ആ പർവ്വതത്തിൽ കാലുകുത്തിയാൽ തല പൊട്ടിത്തെറിച്ച് മരിച്ചു പോകും എന്നായിരുന്നു ശാപം. ചോദ്യം 78. ശത്രുവുമായുള്ള പോരിൽ ജയിക്കാൻ സഹായിക്കുന്ന തരത്തിൽ ബാലിക്ക് ലഭിച്ചിട്ടുള്ള അപൂർവമായ വരം എന്ത്? ശത്രുവുമായുള്ള പോരിൽ ജയിക്കാൻ സഹായിക്കുന്ന തരത്തിൽ ബാലിക്ക് ലഭിച്ചിട്ടുള്ള അപൂർവമായ വരം എന്ത്? ഉത്തരം എതിരാളിയുടെ പകുതി കരുത്തുകൂടി ബാലിക്ക് കിട്ടും. ആര് ബാലിയെ എതിർത്താലും ആ എതിർക്കുന്നയാളുടെ കരുത്തിൻ്റെ പകുതി കരുത്ത് കൂടി ബാലിക്ക് അധികമായി കിട്ടും. അപ്പോൾ ഒരു തരത്തിലും ഒരു എതിരാളിക്കും ബാലിയോട് നേരിട്ട് എതിർത്ത് ബാലിയെ പരാജയപ്പെടുത്താനാവില്ല. ചോദ്യം 79. മൽപ്പിടുത്തത്തിൽ ബാലിയെയും സുഗ്രീവനെയും തമ്മിൽ തിരിച്ചറിയാൻ എന്തടയാളമാണ് നൽകിയത്? മൽപ്പിടുത്തത്തിൽ ബാലിയെയും സുഗ്രീവനെയും തമ്മിൽ തിരിച്ചറിയാൻ എന്തടയാളമാണ് നൽകിയത്? ഉത്തരം സുഗ്രീവൻ്റെ കഴുത്തിൽ പൂമാല അണിയിച്ചു. സുഗ്രീവനെയും ബാലിയെയും ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരുപോലെ ഇരിക്കും. അപ്പോൾ രാമന് അതിൽ ബാലിയെ അമ്പെയ്ത് വധിച്ച് സുഗ്രീവനെ സഹായിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. സുഗ്രീവനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതിന് കണ്ട പരിഹാരം സുഗ്രീവൻ്റെ കഴുത്തിൽ ഒരു പൂമാല അണിയിച്ചു. അങ്ങനെ സുഗ്രീവനെ ബാലിയെ എതിർക്കാൻ ആദ്യത്തെ തവണ സുഗ്രീവൻ പരാജയപ്പെട്ടു. രണ്ടാമത്തെ തവണ വിജയം നേടുന്നതിന് അതേ ഒരു വഴി കണ്ടുള്ളൂ. അങ്ങനെ സുഗ്രീവൻ്റെ കഴുത്തിൽ പൂമാല അണിയിച്ച് അയച്ചു. ചോദ്യം 80. ബാലി സുഗ്രീവ യുദ്ധത്തിൽ ബാലി മരിക്കാനിടയായത് എങ്ങനെ? ബാലി സുഗ്രീവ യുദ്ധത്തിൽ ബാലി മരിക്കാനിടയായത് എങ്ങനെ? ഉത്തരം ശ്രീരാമൻ്റെ ഒളിയമ്പേറ്റ്. ശ്രീരാമൻ ഒളിഞ്ഞു നിന്ന് ബാലിയുടെ നേർക്ക് അമ്പയച്ചു. ആ അമ്പേറ്റാണ് ബാലി മരിക്കുന്നത്. നേരിട്ട് ആർക്കും ബാലിയെ വധിക്കാനാവില്ല എന്ന് നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ ചോദ്യം 81. ബാലിയുടെ പുത്രൻ ആര്? ബാലിയുടെ പുത്രൻ ആര്? ഉത്തരം അങ്കദൻ എന്നാണ് ബാലിയുടെ മകൻ്റെ പേര്. ചോദ്യം 82. എത്ര ദിവസത്തിനുള്ളിൽ സീതയെ അന്വേഷിച്ചു കണ്ടെത്തി വിവരം നൽകണമെന്നും അല്ലാത്ത പക്ഷം മരണശിക്ഷ ഏറ്റുവാങ്ങിക്കൊള്ളണമെന്നുമാണ് സുഗ്രീവൻ്റെ കൽപ്പന? എത്ര ദിവസത്തിനുള്ളിൽ സീതയെ അന്വേഷിച്ച് കണ്ടെത്തി വിവരം നൽകണമെന്നും അല്ലാത്ത പക്ഷം മരണശിക്ഷ ഏറ്റുവാങ്ങിക്കൊള്ളണമെന്നും ആണ് സുഗ്രീവൻ്റെ കൽപ്പന? ഉത്തരം 30 ദിവസം. 30 ദിവസത്തിനുള്ളിൽ സീതയെ അന്വേഷിച്ച് കണ്ടെത്തി വിവരം നൽകണം, ഇല്ലെങ്കിൽ മരണശിക്ഷ ഏറ്റുവാങ്ങിക്കൊള്ളണം എന്നുമായിരുന്നു സീതയെ അന്വേഷിച്ച് സുഗ്രീവൻ 4 ദിക്കിലേക്കും വാനര സൈന്യത്തെ അയച്ചപ്പോൾ അവർക്ക് നൽകിയ നിർദ്ദേശം. ചോദ്യം 83. ദക്ഷിണ ദിക്കിലേക്ക്, അതായത് തെക്ക് ദിക്കിലേക്ക് തിരിച്ച വാനര സംഘത്തിൻ്റെ തലവൻ ആര്? ദക്ഷിണ ദിക്കിലേക്ക് തിരിച്ച വാനര സംഘത്തിൻ്റെ തലവൻ ആര്? ഉത്തരം അങ്കദനായിരുന്നു ദക്ഷിണ ദിക്കിലേക്കുള്ള വാനര സംഘത്തിൻ്റെ തലവൻ. ചോദ്യം 84. ശ്രീരാമൻ ആരുടെ കയ്യിലാണ് അടയാളമോതിരം നൽകുകയും അടയാളവാക്യം പറഞ്ഞു കൊടുക്കുകയും ചെയ്തത്? ശ്രീരാമൻ ആരുടെ കയ്യിലാണ് അടയാളമോതിരം നൽകുകയും അടയാളവാക്യം പറഞ്ഞു കൊടുക്കുകയും ചെയ്തത്? ഉത്തരം ഹനുമാൻ്റെ വശം.
ഹനുമാൻ്റെ വശമാണ് സീതയ്ക്ക് കൈമാറാനുള്ള അടയാളമായിട്ടുള്ള ഒരു മോതിരം നൽകുകയും അടയാളമായി ഒരു വാക്യം പറഞ്ഞു കൊടുക്കുകയും ചെയ്തത്. ചോദ്യം 85. വിശാലമായ കടപ്പുറത്ത് നിരന്നു കിടക്കുന്ന വാനരന്മാരെ കണ്ട് ഭക്ഷണം കുശാലായി എന്ന് ആശ്വസിച്ച കഴുകനേത്? വിശാലമായ കടപ്പുറത്ത് നിരന്നു കിടക്കുന്ന വാനരന്മാരെ കണ്ട് ഭക്ഷണം കുശാലായി എന്ന് ആശ്വസിച്ച കഴുകനേത്? ഉത്തരം സമ്പാതി. സമ്പാതി എന്ന കഴുകനാണ്. നിരന്നു കിടക്കുന്ന വാനരന്മാർ ക്ഷീണിതരാണ്, അവരധികം വൈകാതെ ചത്തുപോകും, അപ്പോൾ തനിക്ക് ഭക്ഷണമായി സുഖമായി അവരെ ഭക്ഷിച്ച് കുറേ കാലം തനിക്ക് കഴിയാമെന്ന് ആശ്വസിച്ചത്. ചോദ്യം 86. സൂര്യന് നേർക്ക് മത്സരിച്ച് പറന്നുയർന്ന അനുജൻ ജടായുവിനെ രക്ഷിക്കാൻ ശ്രമിച്ച സമ്പാദിക്ക് സംഭവിച്ചതെന്ത്? സൂര്യന് നേർക്ക് മത്സരിച്ച് പറന്നുയർന്ന അനുജൻ ജടായുവിനെ രക്ഷിക്കാൻ ശ്രമിച്ച സമ്പാദിക്ക് സംഭവിച്ചതെന്ത്? ഉത്തരം ചിറകുകൾ കരിഞ്ഞുപോയി. സമ്പാദിയുടെ 2 ചിറകുകളും തൻ്റെ അനുജനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ കടുത്ത സൂര്യരശ്മികളേറ്റ് കരിഞ്ഞുപോയി. ചോദ്യം 87. സീതാന്വേഷണത്തിനായി വന്നെത്തുന്ന വാനരർക്ക് വഴികാട്ടുകയും ഉപദേശങ്ങൾ നൽകുകയും ചെയ്താൽ നിന്റെ കരിഞ്ഞ ചിറകുകൾക്ക് പകരം നല്ല ചിറകുകൾ ലഭിക്കുമെന്ന് ആരാണ് സമ്പാദിയോട് പറഞ്ഞത്? സീതാന്വേഷണത്തിനായി വന്നെത്തുന്ന വാനരർക്ക് വഴികാട്ടുകയും ഉപദേശങ്ങൾ നൽകുകയും ചെയ്താൽ നിന്റെ കരിഞ്ഞ ചിറകുകൾക്ക് പകരം നല്ല ചിറകുകൾ ലഭിക്കുമെന്ന് ആരാണ് സമ്പാദിയോട് പറഞ്ഞത്? ഉത്തരം നിശാകരമുനി. നിശാകരമുനിയാണ് സീതാന്വേഷണത്തിന് വരുന്ന വാനരർക്ക് വഴികാട്ടി അവർക്ക് ഉപദേശങ്ങളൊക്കെ കൊടുത്താൽ നിന്റെ കരിഞ്ഞുപോയ ചിറകുകൾക്ക് വരെ നല്ല പുതിയ ചിറകുകൾ നിനക്ക് ലഭിക്കുമെന്ന് പറഞ്ഞത്. ചോദ്യം 88. ജനിച്ചയുടനെ സൂര്യനൊരു പഴമാണ് എന്ന് കരുതി ചാടി ഉയർന്നതാര്? ജനിച്ചയുടനെ സൂര്യനൊരു പഴമാണ് എന്ന് കരുതി അത് ചാടി പിടിക്കാൻ വേണ്ടി കുതിച്ചുയർന്ന് ചാടിയതാരാണ്? ഉത്തരം ഹനുമാൻ. ഹനുമാനാണ് ജനിച്ചയുടനെ സൂര്യനൊരു പഴമാണെന്ന് കരുതി ചാടി ഉയർന്നത് പിടിക്കാൻ ശ്രമിച്ചത്. ചോദ്യം 89. ആരാണ് ഹനുമാൻ്റെ കഴിവുകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി ലങ്കയിലേക്ക് ചാടാനുള്ള ആത്മവിശ്വാസം നൽകിയത്? ആരാണ് ഹനുമാൻ്റെ കഴിവുകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി ലങ്കയിലേക്ക് ചാടാനുള്ള ആത്മവിശ്വാസം നൽകിയത്? ഉത്തരം ജാംബവാൻ. ജാംബവാന് ഹനുമാൻ്റെ കഴിവുകളെക്കുറിച്ച് നന്നായിട്ടറിയാം. ആ വാനര സംഘത്തിൽ കടൽ കടന്ന് ലങ്കയിലെത്താൻ കഴിവുള്ള ഏക വാനരൻ ഹനുമാനാണെന്നും അദ്ദേഹത്തിനറിയാം. അതുകൊണ്ട് ഇതേക്കുറിച്ചൊന്നും സ്വന്തം കഴിവുകളെക്കുറിച്ച് തീരെ വിശ്വാസമില്ലാതിരുന്ന ഹനുമാന് ആ കഴിവുകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി ലങ്കയിലേക്ക് ചാടാൻ ധൈര്യം പകർന്നത്, ആത്മവിശ്വാസം പകർന്നത് ജാംബവാനാണ്. ചോദ്യം 91. ലങ്കയിലേക്കുള്ള യാത്രയിൽ ഹനുമാനെ നിഴലിൽ പിടിച്ചു നിർത്തി കൊന്നു തിന്നാൻ നോക്കിയ രാക്ഷസിയുടെ പേര്? ലങ്കയിലേക്കുള്ള യാത്രയിൽ ഹനുമാനെ നിഴലിൽ പിടിച്ചു നിർത്തി കൊന്നു തിന്നാൻ നോക്കിയ രാക്ഷസിയുടെ പേരെന്ത്? ഉത്തരം സിംഹിക. സിംഹിക എന്ന രാക്ഷസിക്ക് ആളുകളുടെ നിഴൽ പിടിച്ചു നിർത്തി അവരെ ഭക്ഷിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഹനുമാനെ നിഴലിൽ പിടിച്ചു നിർത്തി കൊന്നു തിന്നാനായിരുന്നു സിംഹികയുടെ ശ്രമം. ഛായാഗ്രഹിണി എന്ന പേര് കൂടി സിംഹികക്ക് ഉണ്ട്. ചോദ്യം 92. സമുദ്രത്തിൽ ഏത് പർവ്വതമുകളിലാണ് ലങ്ക? സമുദ്രത്തിൽ ഏത് പർവ്വതമുകളിലാണ് ലങ്ക? ഉത്തരം ത്രികൂടം. ത്രികൂടം എന്ന പർവ്വതമുകളിലാണ് ലങ്ക സ്ഥിതി ചെയ്യുന്നത്. ചോദ്യം 93. ലങ്കയിൽ രാവണൻ സീതയെ പാർപ്പിച്ചത് എവിടെയാണ്? ലങ്കയിൽ രാവണൻ സീതയെ പാർപ്പിച്ചത് എവിടെയാണ്? ഉത്തരം അശോകവനികയിൽ. ലങ്കയിൽ അശോകവനികയിലാണ് രാവണൻ സീതയെ പാർപ്പിച്ചത്. ചോദ്യം 94. സീതയ്ക്ക് കാവലായി രാവണൻ നിർത്തിയ രാക്ഷസികളുടെ നേതാവ് ആര്? സീതയ്ക്ക് കാവലായി രാവണൻ നിർത്തിയ രാക്ഷസികളുടെ നേതാവ് ആര്? ഉത്തരം ത്രിജട. ത്രിജടയാണ് രാക്ഷസികളുടെ നേതാവ്, സീതയ്ക്ക് കാവലിൽ നിന്ന സംഘത്തിൻ്റെ നേതാവ്. ചോദ്യം 95. രാവണൻ്റെ പത്നി ആര്? രാവണൻ്റെ ഭാര്യയുടെ പേര്? ഉത്തരം മണ്ഡോദരി. മണ്ഡോദരിയാണ് രാവണൻ്റെ പത്നി. ചോദ്യം 96. ബ്രഹ്മാവിൻ്റെ അനുഗ്രഹത്താൽ 6 മാസം ഉറക്കവും 1 ദിവസത്തെ ഉണർവും ലഭിച്ച രാവണ സോദരൻ ആര്? ബ്രഹ്മാവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി കഠിനമായ തപസ്സിലേർപ്പെട്ടു കുംഭകർണൻ. കുംഭകർണൻ്റെ ആവശ്യം നിർദേവത്വം വേണം എന്നായിരുന്നു. അതായത് ദേവന്മാർ എന്നൊരു വർഗമേ എവിടെയും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നിർദേവത്വം വേണം എന്നാണ് ആവശ്യപ്പെടാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി ദേവന്മാർക്കാകെ പരിഭ്രമമായി. അവർ സരസ്വതീ ദേവിയെ, വാഗ്ദേവതയെ സമീപിച്ചു.
സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ശരിയാണ്, ദേവന്മാരും അസുരന്മാരും ഈ പ്രപഞ്ചത്തിലുണ്ട്. അപ്പോൾ ദേവന്മാരില്ലാതായാൽ അത് അക്രമത്തിന് ഇടയാക്കും, ലോകം അന്ധകാരത്തിലേക്ക് നീങ്ങും. അപ്പോൾ ദേവന്മാരെ സഹായിക്കാൻ സരസ്വതി ദേവി തയ്യാറായി. ബ്രഹ്മാവ് രാവണ സഹോദരൻ്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്താണ് വരം വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വം വളരെ നാളായുള്ള തൻ്റെ ആഗ്രഹം രാവണ സഹോദരൻ പറഞ്ഞു, നിദ്രാവത്വം വേണം, നിർദ്ദേവത്വം വേണം, ദേവന്മാരില്ലാതാവണം എന്നാഗ്രഹിച്ച അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് അപ്പോൾ വീണത് നിദ്രാവത്വം വേണം എന്നാണ്, ഉറക്കം വേണം എന്നാണ്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ബ്രഹ്മാവ് അനുഗ്രഹിച്ചു. ആ സഹോദരൻ ആരാണെന്ന് നോക്കണ്ടേ? ഉത്തരം കുംഭകർണൻ. കുംഭകർണൻ എന്ന രാവണൻ്റെ സഹോദരനാണ് ഇങ്ങനെ ഒരു വരം ലഭിച്ചത്. അദ്ദേഹം എപ്പോഴും ആ നിമിഷം മുതൽ ഉറക്കമായി. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളൊക്കെ കൂടി അതിന് ശാപത്തിന് ഒരു ഇളവ് തേടി വീണ്ടും ബ്രഹ്മാവിനെ പ്രാർത്ഥിച്ചപ്പോൾ ബ്രഹ്മാവ് ആ വരം തിരിച്ചെടുക്കാൻ ഒരു കാരണവശാലും സാധിക്കില്ല എന്ന് പറഞ്ഞു. പകരം 6 മാസം അവൻ ഉറങ്ങട്ടെ, ഒരു ദിവസം ഉണർന്നിരിക്കാൻ അനുവദിക്കാം എന്നുള്ളൊരു ഇളവ് ആ വരത്തിന് ലഭിച്ചു. അങ്ങനെ 6 മാസം ഉറക്കവും ഒരു ദിവസം ഉണർന്നിരിക്കാനും ഉള്ള കഴിവാണ് കുംഭകർണനൊടുവിൽ വന്നു ചേർന്നത്. ചോദ്യം 97. ഹനുമാൻ്റെ കൈകാലുകൾ വെട്ടിക്കളയുകയല്ല, വാലിന് തീ കൊളുത്തി വിടുകയാണ് വേണ്ടതെന്ന് രാവണൻ കൽപ്പിക്കാൻ കാരണം എന്ത്? ഹനുമാൻ്റെ കൈകാലുകൾ വെട്ടിക്കളയുകയല്ല, വാലിന് തീ കൊളുത്തി വിടുകയാണ് വേണ്ടതെന്ന് രാവണൻ കൽപ്പിക്കാൻ കാരണം എന്ത്? ഉത്തരം വാനരന്മാർക്ക് ശൗര്യം വാലിലായതുകൊണ്ട്. വാനരന്മാർക്ക് ശൗര്യം വാലിലായതുകൊണ്ട് ലങ്കയിൽ വന്ന് കയറി അതിക്രമം കാണിച്ച ഹനുമാനെ വാലിൽ തീ കൊളുത്തി വിട്ടാൽ മതി എന്നാണ് രാവണൻ കൽപ്പിച്ചത്. ചോദ്യം 98. ഇന്ദ്രനെ ജയിച്ചതിനാൽ ഇന്ദ്രജിത്ത് എന്നു പേരു ലഭിച്ച രാവണപുത്രൻ ആര്? ഇന്ദ്രനെ പരാജയപ്പെടുത്തിയതിനാൽ ഇന്ദ്രജിത്ത് എന്നു പേരു ലഭിച്ച രാവണപുത്രൻ ആര്? ഉത്തരം മേഘനാഥൻ. മേഘനാഥൻ എന്ന രാവണപുത്രനാണ് ഇന്ദ്രനെ പരാജയപ്പെടുത്തിയത്. അങ്ങനെ ഇന്ദ്രജിത്ത് എന്ന പേര് കൂടി ലഭിച്ചത്. ചോദ്യം 99. സീതയെ കണ്ടു എന്ന വിവരം ഹനുമാൻ ശ്രീരാമനോട് പറഞ്ഞത് ഏതു രീതിയിലാണ്? സീതയെ കണ്ടു എന്ന വിവരം ഹനുമാൻ ശ്രീരാമനോട് പറഞ്ഞത് ഏതു രീതിയിലാണ്? ഉത്തരം കണ്ടിതു സീതയെ. കണ്ടിതു സീതയെ, ഞാൻ സീതയെ കണ്ടു എന്ന് ആ രീതിയിലാണ് ശ്രീരാമനോട് പറഞ്ഞത്. ആകാംക്ഷാഭരിതനായി നിൽക്കുന്ന രാമന് കണ്ടു എന്നുള്ള ആദ്യത്തെ വാക്കുകൾ കൊണ്ട് തന്നെ സീതയെ കണ്ടു എന്നും, ഒന്നുകൂടി വ്യക്തത വരുത്താൻ സീതയെ ആണ് കണ്ടത് എന്ന് രണ്ടാമത് സീതയെ എന്നുള്ള പദവും ഉപയോഗിച്ചു. അങ്ങനെ കണ്ടിതു സീതയെ എന്നാണ് ഹനുമാൻ രാമനോട് പറഞ്ഞത്. ചോദ്യം 100. രാമനുമായി യുദ്ധത്തിന് പോകുന്നവരെ എതിർത്തതിനാൽ രാവണൻ്റെ വധഭീഷണി കാരണം രാമനെ അഭയം പ്രാപിച്ച രാവണൻ്റെ സഹോദരൻ ആര്? രാമനുമായി യുദ്ധത്തിന് പോകുന്നതിനെ എതിർത്തതിനാൽ രാവണൻ്റെ വധഭീഷണി കാരണം രാമനെ അഭയം പ്രാപിച്ച രാവണൻ്റെ സഹോദരൻ ആര്? ഉത്തരം വിഭീഷണൻ. വിഭീഷണൻ രാമനുമായി യുദ്ധത്തിന് പോകുന്നതിൽ രാവണനോട് എതിരഭിപ്രായം പറഞ്ഞു. രാവണൻ്റെ വധഭീഷണിയാണ് വിഭീഷണന് ലഭിച്ചത്. തുടർന്ന് അദ്ദേഹം രാമനെ അഭയം പ്രാപിച്ചു. അതിനിടയിൽ ഒരു പ്രധാന കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെൽ അടയാളം അമർത്തുക കൂടി ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ യഥാസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. ഒപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി ചാനൽ സംബന്ധിച്ച കാര്യങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടി ചെയ്യുക. ചോദ്യം 101. സേതുബന്ധനത്തിൽ രാമനെ സഹായിച്ചു എന്ന് പറയപ്പെടുന്ന ജീവി ഏത്? സേതുബന്ധനത്തിൽ രാമനെ സഹായിച്ചു എന്ന് പറയപ്പെടുന്ന ജീവി ഏത്? ഉത്തരം അണ്ണാൻ. അണ്ണാൻ ആണ് സമുദ്രബന്ധനത്തിൽ പാലം നിർമ്മിക്കുന്നതിൽ രാമനെ സഹായിച്ചു എന്ന് പറയപ്പെടുന്ന ജീവി. അണ്ണാൻ്റെ ദേഹത്ത് കാണുന്ന 3 വര ശ്രീരാമൻ ആ ജീവിയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വലതു കൈകൊണ്ട് തലോടിയതിൻ്റെ ഭാഗമായി പതിഞ്ഞ വിരലടയാളമാണ് എന്നാണ് കരുതുന്നത്. ചോദ്യം 103. ആരുടെ അമ്പേറ്റാണ് വാനരന്മാരും രാമലക്ഷ്മണന്മാരും വീണത്? ആരുടെ അമ്പേറ്റാണ് വാനരന്മാരും രാമലക്ഷ്മണന്മാരും മരിച്ചു വീണത്? ഉത്തരം മേഘനാഥൻ്റെ.
അതായത് ഇന്ദ്രജിത്തിൻ്റെ. ചോദ്യം 104. ഹിമാലയത്തിലേക്ക് മൃതസഞ്ജീവനി തേടിപ്പോയത് ആര്? ഹിമാലയത്തിലേക്ക് മൃതസഞ്ജീവനി എന്ന ഔഷധം തേടിപ്പോയത് ആര്? ഉത്തരം ഹനുമാൻ. ഹനുമാനാണ് ഹിമാലയത്തിലേക്ക് മൃതസഞ്ജീവനി തേടിപ്പോയത്. ചോദ്യം 105. ഔഷധ സസ്യത്തിൻ്റെ കാറ്റുതട്ടിയ കാരണം വാനരർക്കും രാമലക്ഷ്മണന്മാർക്കും ജീവൻ തിരിച്ചു കിട്ടി, എന്നാൽ രാക്ഷസർക്ക് ജീവൻ തിരിച്ചു കിട്ടിയില്ല. കാരണം എന്ത്? ഹനുമാൻ ഹിമാലയത്തിൽ നിന്ന് മൃതസഞ്ജീവനി കൊണ്ടുവന്നു. ആ ഔഷധ സസ്യത്തിൻ്റെ കാറ്റുതട്ടിയ കാരണം വാനരർക്കും രാമലക്ഷ്മണന്മാർക്കും ജീവൻ തിരിച്ചു കിട്ടി, എന്നാൽ രാക്ഷസർക്ക് ജീവൻ തിരിച്ചു കിട്ടിയില്ല. കാരണം എന്ത്? ഉത്തരം മരിച്ച രാക്ഷസരുടെ ഉടൻ തന്നെ രാവണൻ്റെ കൽപ്പന പ്രകാരം മറ്റ് രാക്ഷസന്മാർ സമുദ്രത്തിലിട്ടതുകൊണ്ട്. മരിച്ച രാക്ഷസരുടെ ഉടൻ തന്നെ രാവണൻ്റെ കൽപ്പന പ്രകാരം രാക്ഷസന്മാർ സമുദ്രത്തിലിട്ടതുകൊണ്ട് അതിൻ്റെ മൃതസഞ്ജീവനിയുടെ ഗുണം അവർക്ക് കിട്ടാതെ പോയി. ചോദ്യം 106. എത്ര ദിവസമാണ് രാമരാവണ യുദ്ധം നീണ്ടുനിന്നത്? എത്ര ദിവസമാണ് രാമരാവണ യുദ്ധം നീണ്ടുനിന്നത്? ഉത്തരം 7 ദിവസം. 7 ദിവസമായിരുന്നു ശ്രീരാമനും രാവണനും തമ്മിലുള്ള യുദ്ധം നീണ്ടുനിന്നത്. ചോദ്യം 107. ഏത് അസ്ത്രം ഉപയോഗിച്ചാണ് രാമൻ രാവണനെ വധിച്ചത്? ഏത് അസ്ത്രം ഉപയോഗിച്ചാണ് രാമൻ രാവണനെ വധിച്ചത്? ഉത്തരം ബ്രഹ്മാസ്ത്രം. ബ്രഹ്മാസ്ത്രം എന്ന അസ്ത്രം ഉപയോഗിച്ചാണ് രാമൻ രാവണനെ വധിച്ചത്. ചോദ്യം 108. രാവണനു ശേഷം ലങ്കയിലെ രാജാവായത് ആര്? രാവണന് ശേഷം ലങ്കയിലെ രാജാവായത് ആര്? ഉത്തരം വിഭീഷണൻ. വിഭീഷണൻ ആണ്, ശ്രീരാമഭക്തനായ വിഭീഷണനാണ് രാവണൻ്റെ മരണശേഷം ലങ്കയിലെ രാജാവായത്. ചോദ്യം 109. 14 വർഷത്തെ വനവാസം തികയും ദിവസം രാമൻ അയോധ്യയിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ എന്തു ചെയ്യുമെന്നാണ് ഭരതൻ സത്യം ചെയ്തത്? 14 വർഷത്തെ വനവാസം തികയും ദിവസം രാമൻ അയോധ്യയിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ എന്തു ചെയ്യുമെന്നാണ് ഭരതൻ സത്യം ചെയ്തത്? ഉത്തരം തീയിൽ ചാടി മരിക്കും. ശ്രീരാമൻ 14 വർഷത്തെ വനവാസത്തിന് പോയെന്നത് ശരി. 14 വർഷം വനവാസം പൂർത്തിയായി ഉടനെ തന്നെ അദ്ദേഹം അയോധ്യയിൽ തിരിച്ചെത്തുന്നില്ല എങ്കിൽ താൻ തീയിൽ ചാടി മരിക്കുമെന്നാണ് ഭരതൻ സത്യം ചെയ്തത്. ചോദ്യം 110. ശ്രീരാമൻ്റെ ഏറ്റവും വലിയ ഭക്തൻ ആര്? ശ്രീരാമൻ്റെ ഏറ്റവും വലിയ ഭക്തൻ ആര്? ഉത്തരം ഹനുമാൻ. ഹനുമാനാണ് ശ്രീരാമൻ്റെ ഏറ്റവും വലിയ ഭക്തനായി കരുതുന്നത്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.